നമസ്കാരം, ഞാൻ യോഗാചാര്യ രജികുമാർ പി കെ. നിങ്ങൾക്കായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ത്രികോണാസനങ്ങൾ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും ബലപ്പെടുത്താൻ സഹായിക്കുന്ന യോഗാസനങ്ങളാണ്. കാൽപാദം മുതൽ ഇടുപ്പ് വരെയും നട്ടെല്ല്, കഴുത്ത്, തോളുകൾ എന്നീ ഭാഗങ്ങളെ പൂർണ്ണമായിട്ടും ബലപ്പെടുത്തുന്ന യോഗാസനങ്ങളാണ് ത്രികോണാസനങ്ങൾ. 3 ദിവസമായിട്ട് ഓരോ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഇന്ന് മൂന്നാമത്തെ ദിനമാണ്. ആദ്യ ദിവസം ത്രികോണാസനവും രണ്ടാം ദിവസവും വിപരീത ത്രികോണാസനവും പഠിച്ചു. ഇന്ന് നാം പഠിക്കുന്നത് പാർശ്വ ത്രികോണാസനമാണ്. പാർശ്വകോണാസനം എന്ന് പറയും. പാർശ്വം എന്നാൽ വശങ്ങൾ ആണ്. വശം ഒരു സൈഡിലേക്ക് ചരിഞ്ഞുകൊണ്ട് യോഗാസനം ചെയ്യുന്നതിനാണ് പാർശ്വകോണാസനം എന്ന പേര് വന്നത്. പാർശ്വം എന്നാൽ വശം ആണ്. പാർശ്വകോണാസനം ചെയ്യുമ്പോൾ കാൽമുട്ട് ഒരു വശത്തേക്ക് മടക്കി പുറകിലുള്ള കാല് നിവർത്തി മുട്ട് വളയ്ക്കാതെ വെക്കുകയാണ്. കാൽമുട്ട് മുതൽ പുറകിലത്തെ കാൽപാദം വരെ തറയുമായിട്ട് ഒരു ത്രികോണം രൂപപ്പെടുന്നത് കൊണ്ടാണ് പാർശ്വകോണാസനം എന്ന് പറയുന്നത്. പാർശ്വ ത്രികോണാസനം എന്നും ഈ യോഗാസനത്തിന് പേരുണ്ട്. ശരീരത്തിനെ പൂർണ്ണമായിട്ടും ബലപ്പെടുത്തുന്നതാണ്. കൂടാതെ മേൽപ്പറഞ്ഞ കാലുകൾ, ഇടുപ്പ് വരെയുള്ള ഭാഗം, നട്ടെല്ല്, കഴുത്ത്, തോളുകൾ എന്നീ ഭാഗങ്ങളെ നന്നായി ബലപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു യോഗാസനമാണ് പാർശ്വകോണാസനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ത്രികോണാസനവും വിപരീത ത്രികോണാസനവും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ആ 2 യോഗാസനങ്ങളും പഠിക്കുക. അതിനുശേഷമാണ് തുടർച്ചയായിട്ടാണ് പാർശ്വകോണാസനം ചെയ്യേണ്ടത്. ഇത് 3 ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യേണ്ട യോഗാസനങ്ങളാണ്. വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. തുടക്കക്കാർ മുതൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ പോലും ചെയ്യേണ്ടതായിട്ടുള്ള ഈ 3 യോഗാസനങ്ങളാണ് ഈ ത്രികോണാസനങ്ങൾ. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക, അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാർശ്വകോണാസനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം. പാർശ്വകോണാസനം ഞാൻ 8 സ്റ്റെപ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി സ്ഥിതിയിൽ നിന്നുകൊണ്ട് കാലുകൾ 1 മീറ്ററിൽ കൂടുതൽ അകലേക്ക് അകത്തി വയ്ക്കുക. നട്ടെല്ലിനെ നിവർത്തി നിൽക്കുക. ചെയ്യുന്ന വ്യക്തിയുടെ ഹൈറ്റ് അനുസരിച്ച് കാലിന്റെ നീളം, കാലുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഏകദേശം 1 മീറ്റർ അകലത്തിലാണ് വെക്കേണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വലത് കാൽ പാദം വലതുവശത്തേക്ക് തിരിച്ചു വയ്ക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും തോളുകളുടെ ഒപ്പം സമാന്തരമായിട്ട് ഉയർത്തുക. 4ാമത്തെ സ്റ്റെപ്പായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽമുട്ട് മുന്നോട്ട് കുനിച്ച് വലതുവശത്തേക്ക് പൂർണ്ണമായിട്ടും ചരിഞ്ഞ് തിരിഞ്ഞു വരിക. അതോടൊപ്പം വലത് കൈ താഴെ വലത് കാലിന്റെ വെളിയിലുള്ള ആവൃത്തിയിൽ വലത് കാൽ പാദത്തോട് ചേർത്ത് തറയിൽ അമർത്തി വയ്ക്കുക. അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഇടതു കൈ കറക്കി കൊണ്ടുവന്ന് ശിരസിനോടൊപ്പം വയ്ക്കുക. ഇടത് കൈയുടെ ഭാഗങ്ങൾ നമ്മളുടെ ഇടത് ചെവിയിൽ പതിഞ്ഞ് അമർന്നിരിക്കുക, ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഇപ്രകാരം നിവർത്തി വലതുവശത്തേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞ് ഉദരത്തിന് അമർച്ചയും തോളുകൾക്ക് ഒപ്പം വ്യായാമവും ലഭിക്കുന്ന രീതിയിലാണ് ഈ യോഗാസനം ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ 4ാമത്തെ സ്ഥിതിയിൽ 20 സെക്കൻഡ് മുതൽ
1 മിനിറ്റ് വരെ നമുക്ക് അതേപോലെ തന്നെ സാധാരണ ശ്വാസത്തിൽ തുടരാവുന്നതാണ്. 5ാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക എന്നുള്ളതാണ്. ഉയർന്നു വരുമ്പോൾ കൈകൾ ഇരുവശത്തും കൂടി ഉയർത്തി തോളുകൾക്ക് സമാന്തരമായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വയ്ക്കുക. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. 7ാമത്തെ സ്റ്റെപ്പ് വലതുകാൽ പാദം പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതാണ്. 8ാമത്തെ സ്റ്റെപ്പ് കാലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇതേ പ്രകാരം തന്നെ ഇടതുവശത്തേക്കും ആവർത്തിക്കുക. ഇതിന്റെ കോംപ്ലിമെന്ററി യോഗാസനം തിരിച്ച് പെയറായിട്ട് ചെയ്യുക. ഇടതുവശത്തേക്ക് ആവർത്തിക്കുക. 1ാമത്തെ സ്റ്റെപ്പ് ഇരുകാലുകളും അകത്തി 1 മീറ്റർ അകലെ വെക്കുക. 2ാമത്തെ സ്റ്റെപ്പ് ഇടതുകാൽ ഇടതുവശത്തേക്ക് തിരിച്ചു വയ്ക്കുക. 3ാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന് സമാന്തരമായി ഉയർത്തുക. 4ാമത്തെ സ്റ്റെപ്പ് ഇടതുവശത്തേക്ക് ഇടതുകാൽ മുട്ടുമടക്കി ചരിഞ്ഞ് താഴോട്ട് വരിക. ഇടത് കൈ ഇടതുകാലിന് വെളിയിലായിട്ട് കാൽപാദത്തോട് ചേർത്ത് താഴെ അമർത്തി വയ്ക്കുക. വലത് കൈ കറക്കി കൊണ്ടുവന്ന് വലത് ചെവിക്ക് ചേർത്ത് മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. പുറകിലത്തെ കാൽ വലിഞ്ഞിരിക്കണം, മുട്ടുമടങ്ങാൻ പാടില്ല. വീഡിയോ ശരിയായി കണ്ട് മനസ്സിലാക്കി ചെയ്യുക. അതിനുശേഷം 5ാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. കൈകൾ ഒപ്പം തോളിന് സമാന്തരമായിട്ട് നിവർത്തിപ്പിടിക്കുക. 6ാമത്തെ സ്റ്റെപ്പ് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വയ്ക്കുക. 7ാമത്തെ സ്റ്റെപ്പ് ഇടതുകാൽ പാദം പൂർവ്വസ്ഥിതിയിലാക്കുക, നിവർത്തി വയ്ക്കുക. 8ാമത്തെ സ്റ്റെപ്പ് കാലുകൾ അടുപ്പിച്ചു വെച്ചതിന് ശേഷം താടാസനം സ്ഥിതിയിലേക്ക് പോകാം. അതിനുശേഷം വേണമെങ്കിൽ വിശ്രമസ്ഥിതിയിലേക്ക് പോകാം. പാർശ്വകോണാസനം ചെയ്യുന്നത് കൊണ്ട് 4 പ്രധാന ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. ഒന്ന്, പാർശ്വകോണാസനം ചെയ്യുക വഴി തൊറാക്സ് റീജിയൻ എക്സ്പാൻഡ് ആകുന്നതാണ്. അതായത് നമ്മളുടെ നെഞ്ചിലെ ശ്വസന സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ വികസിക്കുകയും നെഞ്ചിന് വികാസം ഉണ്ടാകുകയും ചെയ്യും. അതുവഴി ശരിയായി ശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. 2ാമത്തേത് തൈ മസിൽസ്, തുടഭാഗത്തെ മസിലുകൾക്ക് പേശികൾക്ക് പൂർണ്ണമായും വ്യായാമവും വലിച്ചിലും നല്ല ബലവും കിട്ടുന്നതാണ്. 4ാമത് നട്ടലിനെ ബലപ്പെടുത്തുക, നട്ടലിന്റെ ഇരുഭാഗത്തുമുള്ള പേശികളെ ബലപ്പെടുത്തുക. അതുവഴി നട്ടലിന് കൂടുതൽ ബലവും പുറം വേദനകളിൽ നിന്ന് നമുക്ക് രക്ഷയും ഈ യോഗാസനം ചെയ്യുക വഴി ലഭിക്കുന്നതാണ്. 5ാമത്തേതായിട്ട് കഴുത്തു മുതൽ ആമാശയം വരെയുള്ള അന്നനാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഹാര സാധനങ്ങൾ നമ്മളുടെ ആമാശയത്തിൽ എത്തുന്നത് വരെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് സ്റ്റിമുലേഷൻ, അതായത് നല്ല മസാജിങ് എഫക്റ്റ് കിട്ടുകയും അതുവഴി ആഹാര സാധനങ്ങൾ പെട്ടെന്ന് ആമാശയത്തിലേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ആഹാര സാധനങ്ങൾ ശരിയായ വിധം ദഹിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് ഉദര രോഗങ്ങളിൽ നിന്നും ശരീരത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തെ നേടിയെടുക്കാനും അതുവഴി സാധിക്കുന്നതാണ്. 4 പ്രധാന ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഈ യോഗാസനം ചെയ്യരുതാത്തത് ഹൃദയ രോഗികൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവര്, ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുള്ളവര് ഒക്കെ ഈ യോഗാസനം തുടക്കത്തിൽ ചെയ്യാതിരിക്കുക. മറ്റ് യോഗാസനങ്ങൾ ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുത്തിയതിനു ശേഷം സാവകാശം ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. സർജറി കഴിഞ്ഞവർ സർജറിയുടെ റിക്കവർ ആയിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുറിവുകൾ റിക്കവർ ആയിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, കാർഡിയാക് പ്രോബ്ലം ഉള്ളവർ തുടക്കത്തിൽ ഈ യോഗാസനം ചെയ്യേണ്ട. മറ്റ് യോഗാസനങ്ങൾ ചെയ്തതിന് ശേഷം ശരീരത്തെ ബലപ്പെടുത്തിക്കൊണ്ട് പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിച്ച പാർശ്വകോണാസനം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് പ്രാണായാമത്തിൻ്റെ ഗുണങ്ങളിലേക്ക് കടക്കാം. പ്രാണായാമത്തിന് മുന്നോടിയായിട്ടുള്ള കപാലഭാതി നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. കപാലഭാതി ക്രിയയാണ്. കപാലഭാതി ക്രിയ ചെയ്തതിന് ശേഷമാണ് നാം പ്രാണായാമം തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ദിവസം പ്രാണായാമത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ദിവസം നാം
ഭസ്ത്രിക പ്രാണായാമമാണ് പഠിക്കുന്നത്. ആ ഭസ്ത്രിക പ്രാണായാമം അടുത്ത ദിവസം വീഡിയോ ആയി തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ദിവസം ഞാൻ ഭസ്ത്രിക പ്രാണായാമവുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.